ഇവിടെ ഈ ഒരു 15 മിനിറ്റ് ലോ എടുത്തുകൊണ്ട് ഒരു റിവേഴ്സിനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും 7 ആയിട്ടുണ്ട്. സോ 1 മിനിറ്റിലോട്ട് നോക്കുമ്പോൾ കാര്യമായിട്ട് ലിക്വിഡിറ്റി മാർക്ക് ചെയ്യാനായിട്ടില്ല. നമുക്കൊരു 7:15 ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി. 15 മിനിറ്റിലോട്ട് നോക്കുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു FEG കിടപ്പുണ്ട്. പ്രൈസ് സ്റ്റിൽ ആ ഒരു FEGയിലാണ് ഈ ഒരു എന്താ പറയുക സെൽ സൈഡ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഒരു ബൈ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ബൈ ഒരു ഏരിയയിലൊക്കെ വന്നിട്ട് ഒന്നുകൂടി ഒരു സെല്ലിനുള്ള ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ സെല്ല് നോക്കുവാണെങ്കിൽ ഓക്കെ, കറണ്ട് ക്യാൻഡിൽ ക്ലോസ് ആവാൻ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവാൻ ഒരു 7 മിനിറ്റ്സ് കൂടി ഉണ്ട്. നമുക്കൊരു 5 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു 7:15 വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കിട്ടുവാണെങ്കിൽ അത് നൈസ് ആയിരിക്കും. അതായത് ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മാക്രോട്ട് വരുമ്പോൾ ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൻ്റെ ലോ ഒക്കെ എടുത്തിട്ട് ഒരു അപ്സൈഡ് കിട്ടുവാണെങ്കിൽ ഗുഡ്. സോ ഇതിപ്പോൾ ഒരു ബ്രേക്കർ ആയിട്ടുണ്ട്. സോ ഒന്ന് കുറച്ച് മുന്നേ ഉള്ളൊരു ഇതാണ്, നമുക്ക് നോക്കാം അതിനകത്തോട്ട് വന്നിട്ട് എന്താണ് ചെയ്യണത് നമുക്ക് നോക്കാം. സോ 15 മിനിറ്റിൻ്റെ അകത്ത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ സ്വീപ്പ് കിട്ടി. സോ 1 മിനിറ്റിലൊരു ബ്രേക്ക് ഫോർമേഷൻ വന്നിട്ടുണ്ട്. 7:15 ബ്രേക്കറിൽ ടാപ്പ് ചെയ്തു നോക്കാമല്ലോ. ബൈ പോവുകയാണെങ്കിൽ നോക്കാം. ജസ്റ്റ് ഒരു ടാപ്പാണ്, ഓൾമോസ്റ്റ് ഒരു 8 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് വരും. കുഴപ്പമില്ല. കേസ് ഞാനൊരു ബൈയിൽ കയറുന്നുണ്ട്. കേസ് ഞാനൊരു ബൈ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഹാഫ് റിസ്ക് ആണ്. കാരണം സ്വീപ്പ് കുറച്ച് മുന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് 0.5% അക്കൗണ്ട് സൈസിന് 0.5% മാത്രമേ റിസ്ക് ചെയ്യണുള്ളൂ. എനിക്ക് എൻട്രി കിട്ടിയത് 0.3421. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലോയിലായിട്ടാണ്. ഇതൊരു 5 മിനിറ്റ് മുന്നേ ഫോം ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇത് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമുക്ക് ആ ഒരു 15 മിനിറ്റിൽ ഒരു സ്വിംഗ് ലോയുടെ സ്വീപ്പ് കിട്ടി. ആൻഡ് അതുപോലെ തന്നെ ഒരു 15 മിനിറ്റ് FEGയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. ആൻഡ് 1 മിനിറ്റിലോട്ട് പോകുന്ന സമയത്ത് ഒരു സ്വീപ്പ് കിട്ടി. ആൻഡ് ഒരു അപ്സൈഡ് വന്ന സമയത്ത് ഒരു ബ്രേക്ക് ഫോർമേഷനും കിട്ടി. ഇപ്പോഴായിരുന്നു ഇതെടുത്തത്. 8 പിപ്സ്, 16 പിപ്സ് നോക്കുമ്പോൾ ഇവിടെ നമ്പർ വരും. അതായത് നമ്മുടെ 15 മിനിറ്റിലോട്ട് നോക്കുമ്പോൾ അപ്സൈഡ് പോകാനുള്ള ചാൻസസ് ആണല്ലോ കാണാൻ. സോ ഒരു 8 പിപ്സ് ആകുമ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യുകയും ചെയ്യാം. 8 വരുമ്പോൾ ഈ ഒരു റീസെൻ്റ് ഹൈ ആണ് വരുന്നത്. തൊട്ടാണ് ഇവിടെ ഒരു അലർട്ട് സെറ്റ് ചെയ്യാം. ഞാനൊരു പാർസൽസ് എടുക്കുകയാണ്. എടുത്തു.
നീ ബ്രേക്കുകയും ചെയ്തോളൂ. അതായത് ഞാൻ അവിടെ ഒരു 0.6 ലോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്തു, ഒരു 0.3 ഞാനങ്ങ് ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ പാർസൽസ് ഒന്നുകൂടി എടുക്കുവാണ്. ഒരു 0.15 ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1:2 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ബാക്കി അങ്ങ് റൺ ചെയ്യാൻ പറ്റേക്കാം. ഓക്കെ, സോ 1:2 ഓൾമോസ്റ്റ്. ഇപ്പം ഇനി എൻ്റെ റൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ഒരു 10% നമ്മൾ നേരത്തെ ഫസ്റ്റ് എടുത്തതിൻ്റെ ഒരു 10% എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 10 to 20% റൺ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, 7:33 ഇന്നത്തെ ജോലി കഴിഞ്ഞു എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. എടുത്തായിരുന്നില്ലേ? എല്ലാവരും എടുത്തായിരുന്നില്ലേ? അതെല്ലേ, കുഴപ്പമില്ല. ഫുള്ള് ക്ലോസ് ചെയ്തോ? അത് മോശമായിട്ട്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത് പിടിക്കാം. ഷാഹിൻ എടുത്തായിരുന്നോ? ഫുള്ളി ക്ലോസ് ചെയ്തോ? അതായത്